എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. +2 റിസൾട്ട് നമ്മൾ വിചാരിച്ചതിലും നേരത്തെ ഇപ്പോൾ വരികയാണ്. റിസൾട്ട് മെയ് 9 പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമാണ് അടുത്തത്. അപേക്ഷ ഉടനുണ്ടാകും. പരീക്ഷ എന്തായാലും ജൂണിൽ തന്നെ നടത്തും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം അത് ലൈക്കും കൂടി ചെയ്യുക. സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടി എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 പേർ വീഡിയോ കണ്ടാൽ 10 വിദ്യാർത്ഥികൾ പോലും ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്. തീർച്ചയായും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. +2 റിസൾട്ട് 2024 റിസൾട്ട് മെയ് 9 പ്രസിദ്ധീകരിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ +1 അലോട്ട്മെൻറ്റ് നമുക്ക് +2 കഴിഞ്ഞവർക്ക് അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ +1 അലോട്ട്മെൻറ്റ്, ഡിഗ്രി അഡ്മിഷൻ, ഇമ്പ്രൂവ്മെൻറ്റ് എന്നിങ്ങനെയുള്ള അപേക്ഷകളെല്ലാം നേരത്തെ വരും. കാരണം റിസൾട്ട് നേരത്തെ വരുന്നതുകൊണ്ട് തന്നെ മറ്റ് അപേക്ഷകൾ, അതായത് ഇമ്പ്രൂവ്മെൻറ്റ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം, അതൊക്കെ നേരത്തെ വരും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ചിലപ്പോൾ മെയ് 9 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയോട് കൂടി തന്നെ തീർച്ചയായും ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപേക്ഷ ആരംഭിക്കും. അപ്പോൾ മെയ് 9 റിസൾട്ട് വരുന്നത് കൊണ്ട് തന്നെ പരീക്ഷ മിക്കവാറും എന്ത് ചെയ്യും, ജൂണിൽ തന്നെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പരീക്ഷ ജൂണിൽ നടത്തും. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ റെഗുലറായിട്ട് +2 പഠിച്ച വിദ്യാർത്ഥികൾക്കും കമ്പാർട്ട്മെൻറ്റിലായി +2 എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും തീർച്ചയായും ഈ പരീക്ഷയിൽ രജിസ്റ്റർ ചെയ്യാം. റെഗുലർ വിദ്യാർത്ഥികൾക്ക് ഒരു ലേശം തുകയിൽ ഇളവ് കാണും. കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്ക് കുറച്ചധികം കാണും. പക്ഷേ എന്നാലും വലിയ ഡിഫറൻറ്റ് ഒന്നും കാണില്ല. ഒരു 10, 20, 40, ഒരു മാക്സിമം പോയാൽ ഒരു 50 രൂപ, അതിൽ അത്രയ്ക്കും ഡിഫറൻ്റ് ആയിരിക്കും റെഗുലർ വിദ്യാർത്ഥികൾക്കും കമ്പാർട്ട്മെൻറ്റൽ വിദ്യാർത്ഥികൾക്കും തമ്മിൽ ഉള്ളത്. അപ്പോൾ പരീക്ഷ എന്തായാലും ജൂണിൽ തന്നെ ഉണ്ടാവും. അതിന് കാരണം എന്ന് പറയുന്നത് റിസൾട്ട് മെയ് 9 പ്രസിദ്ധീകരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരെ ഇമ്പ്രൂവ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കും. അത് കഴിഞ്ഞാൽ അപേക്ഷ ആരംഭിച്ച് പരീക്ഷ ഒരു ജൂൺ ആദ്യവാരത്തിൽ തന്നെ വേണമെങ്കിൽ നടത്താൻ പറ്റും. കാരണം റിസൾട്ട് 9 പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ജൂൺ പകുതിയോടെയോ ജൂൺ അവസാനത്തോടു കൂടി എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ തീർക്കുന്നതായിരിക്കും. കാരണം ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ പെട്ടെന്ന് തീരുമെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. നിങ്ങളുടെ +2 പബ്ലിക് എക്സാം പോലെ ഒരു മാസമൊന്നും വലിച്ച് നീട്ടിയല്ല, ഒരാഴ്ച കൊണ്ട് തന്നെ പരീക്ഷ തീർക്കും. രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് പരീക്ഷ നടത്തി ഒരാഴ്ച കൊണ്ട്, അതായത് തിങ്കൾ ടു ശനി വരെ ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യും, ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ ക്ലോസ് ആക്കുന്നതായിരിക്കും. ഒരു ദിവസം 2 പരീക്ഷയൊക്കെ നടത്തി ഇമ്പ്രൂവ്മെൻറ്റ് ക്ലോസ് ആക്കും. അല്ലാതെ നിങ്ങളുടെ +2 പരീക്ഷ പോലെ നിങ്ങൾക്ക് ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് 3-4 ദിവസം അവധി എന്നിട്ടല്ല അടുത്തത് നടത്തുക. അടുപ്പിച്ച് നടത്തി ഇമ്പ്രൂവ്മെൻറ്റ് വേഗം തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് സംബന്ധിച്ച് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പറയാം. പൈസ കാര്യങ്ങൾ സംബന്ധിച്ചുള്ളതെല്ലാം നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ പറയാൻ പറ്റൂ. സർക്കുലറിലാണ് കൃത്യമായ തുക എഴുതിയിരിക്കുന്നത്. അത് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി. പുതിയൊരു കാണാം. അതുവരേക്കും ബൈ.